സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇത് തന്നെ നേട്ടം തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ. എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്, തണുപ്പ് മാത്രമല്ല. ചൂടെന്ന് പറഞ്ഞാൽ 47-48 ഡിഗ്രി പോകും. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 10 വരെയൊക്കെ 8 വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുള്ളപ്പോൾ. മഴ തുടങ്ങിയാൽ നിൽക്കില്ല, അങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് എൻ്റെ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു എൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസിൽ. ആ സിനിമകളിലൊക്കെ എൻ്റെ നല്ല അഭിനയം ആയിരുന്നിരിക്കണം, പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു. തെലുങ്കിൽ നിന്ന് എനിക്ക് 1-2 ഓഫേഴ്സ് വന്നായിരുന്നു. ലാസ്റ്റ് വന്നത് ദേവര എന്ന് പറഞ്ഞ ജൂനിയർ NTRന്റെ സിനിമയാണ്. ദേ നീഡഡ് 6 months ഓഫ് മൈ ഡേറ്റ്. പക്ഷെ 6 months എന്ന് പറഞ്ഞാൽ 120 days അല്ല, 1 മാസം 10 ദിവസം 12 ദിവസം. അപ്പോൾ കണ്ടിന്യൂറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. Namaskaram. Some people make your laugh a little louder, your smile a little brighter, and your life a little better. ഇന്ന് നമ്മോടൊപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയാണുള്ളത്. നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ, നടനും നിർമ്മാതാവുമായ സൈജു കുറുപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സൈജു ചേട്ടാ. 150ാമത്തെ സിനിമയാണ് മോഹിനിയാട്ടം, ഇറങ്ങാൻ പോവുകയാണ് April 10. ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെൻ്റ് ആണ്. ലുക്കിംഗ് ബാക്ക് അറ്റ് യുവർ ജേർണി, എന്താണ് തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇത്ര നാളും സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാലൊരു വലിയ ഇത് തന്നെ നേട്ടം തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ. ബിക്കോസ് ഇവിടെ ഒരു പരിധിവരെയും അക്സെപ്റ്റൻസ് അത്രയും ഭയങ്കരമായിട്ടില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ചെറിയ അക്സെപ്റ്റൻസിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. സോ 20 years ഈസ് ബിഗ് തിങ് ആൻഡ് 150 movies. ശരിക്കും മലയാളം ഇൻഡസ്ട്രി ഹാസ് സപ്പോർട്ടഡ് മീ എ ലോട്ട്. ഇനീഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ഇയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് ശേഷം പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസായതിനു ശേഷം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എനിക്ക് സിനിമകൾ കിട്ടി തുടങ്ങി, നല്ല സിനിമകൾ, മെയിൻ സ്ട്രീം സിനിമകൾ കിട്ടി തുടങ്ങി. പിന്നെ എൻ്റെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ആ പേര് വെച്ച് ആൾക്കാർ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സൈജു കുറുപ്പ് എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത് നാഗ്പൂരിലെ ആ തണുപ്പുള്ള കാലഘട്ടമാണോ, അല്ല പിന്നീട് കേരളത്തിൽ വന്നുണ്ടായ സ്ട്രഗിൾസും അതിനുശേഷമുള്ളതാണോ? നാഗ്പൂർ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്, തണുപ്പ് മാത്രമല്ല. ഓക്കെ. ചൂടെന്ന് പറഞ്ഞാൽ 47-48 ഡിഗ്രി പോകും. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 10 വരെയൊക്കെ 8 വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുള്ളപ്പോൾ. മഴ തുടങ്ങിയാൽ നിൽക്കില്ല, അങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്. അപ്പോൾ അവിടെ വളർന്നുകൊണ്ട് ആ ഒരു എക്സ്ട്രീമിറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഐ മീൻ ക്ലൈമറ്റ് വൈസ്. പിന്നെ നമ്മൾ ജീവിതത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 6th വരെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ 7th അച്ഛൻ ട്രാൻസ്ഫറായി നാഗ്പൂരിലെത്തിയപ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക്. ഞാനൊരു കോ എഡ്യൂക്കേഷനിൽ നിന്ന് ബോയ്സ് സ്കൂളിലെത്തി. അപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു, പെണ്ണുങ്ങളെ കാണാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ ബോയ്സ് സ്കൂൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്കൂളിലെ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളും ഇവരുടെ പെരുമാറ്റ രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര പുതുമയായിരുന്നു. നമ്മളൊരിക്കലും ഈ കോ എഡ്യൂക്കേഷനിൽ പഠിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സിനെ കളിയാക്കുക അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെയാണത്, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, നമ്മളങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ബോയ്സ് ആണല്ലോ, അപ്പോൾ ഇവർ ടീച്ചേഴ്സിനെ കളിയാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഓക്വേർഡായിരുന്നു. അപ്പോൾ അതൊന്ന് ജെല്ലായിട്ട് വരാൻ കുറച്ച് സമയം എടുത്തു, 1-2 വർഷം എടുത്തു. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെന്ന് കറക്റ്റായിട്ട് അതുമായിട്ട് ജെല്ലായത്. എന്ന് വെച്ചാൽ ഞാൻ ടീച്ചേഴ്സിനെ കളിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്കും 9th 10th കഴിഞ്ഞ് സ്കൂളിങ് കഴിഞ്ഞെൻ്റെ. പിന്നെ 11th 12th ഞാൻ കോ എഡ്യൂക്കേഷൻ ആയിരുന്നു. പക്ഷേ എൻ്റെ ആ ഗ്രോയിങ് പീരീഡ്, ആ ഒരു ടീനേജർ എന്നുള്ളൊരു സാധനം, അത് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ, ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയാലും, ആ സമയത്ത് ഞാൻ ബോയ്സ് സ്കൂളിലായി പോയി. അപ്പോൾ അത് ഞാൻ ആക്ച്വലി റിഗ്രറ്റ് ചെയ്യുന്നു. ബോയ്സ് സ്കൂളിലല്ലായിരുന്നു ഞാൻ പഠിക്കേണ്ടത്, കോ എഡ്യൂക്കേഷനിൽ തന്നെ ആയിരുന്നിരിക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എൻ്റെ കുട്ടികൾ കോ എഡ്യൂക്കേഷനിൽ തന്നെ പഠിക്കാമെന്ന്. ഈ നാഗ്പൂരിലെ സിഗ്നേച്ചർ ഡിഷ് എന്താ ഏറ്റവും ഫേവറേറ്റ് നാഗ്പൂരി ഫുഡ്? അവിടെ ആലുപോഹയാണ്. അതെ, അവിടെ മുക്കിന് പോഹ എന്ന് പറഞ്ഞാൽ അവില്, മോട്ടാ പോഹ എന്ന് പറയും, അങ്ങനെ തടിച്ചിട്ടുള്ള ഒരു അവിലാണ്. ഈ ഗുജ്ജു ഫുഡ് അല്ല പോഹ അല്ലേ, അപ്പം മറാഠി ഫുഡാണ്. മറാഠി ഫുഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ അതാണ് കൂടുതൽ. നമ്മൾ ഏത് മഹാരാഷ്ട്രൻസിന്റെ വീട്ടിൽ ചെന്നാലും ഏറ്റവും ആദ്യം വെള്ളം തരും.
നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ മലയാളികളുടെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ വെള്ളം ചോദിക്കൽ അങ്ങനെ പതുകൊണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ചായയല്ലേ ചോദിക്കുന്നത്, ചായയാണോ ജ്യൂസാണോ സ്ക്വാഷാണോ എന്താണ് എടുക്കേണ്ടതെന്നല്ലേ ചോദിക്കുന്നത്. അവിടെ ഒന്നും പറയാണ്ട് അവർ ചോദിക്കാണ്ട് തന്നെ അവർ കൊണ്ട് ഇത് തരും, വെള്ളം തരും. അപ്പോൾ അത് എനിക്കൊന്നൊരു സയൻറ്റിഫിക് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കേണ്ടത്. അപ്പോൾ വെള്ളം കുടിച്ചൊന്ന് വയറിനേക്കൊന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്ക് ആസിഡിറ്റി പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകില്ല, അതായിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ വരും. പിന്നെ പൊഹയാണ് അവരുടെ ഒരു മെയിൻ ഡിഷ്. അത് ആക്ച്വലി നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ പീസ് കാണും, പിന്നെ കപ്പലണ്ടി വറുത്തിടും, പിന്നെ അതിൻ്റെ ഒരു ഈ കടലയുടെ ഒരു ഗ്രേവി ഉണ്ട്, ആ ഗ്രേവിയൊക്കെ ഒഴിച്ച് ചന, പിന്നെ എന്താണ് ടൊമാറ്റോയുടെ 2 സ്ലൈസ് കാണും, പിന്നെ നാരങ്ങ പിഴിയും, അങ്ങനെ വൈകുന്നേരം വരുന്നത്. കുക്കിംഗ് ഇഷ്ടമാണോ ചേച്ചേട്ടന്? കുക്കിംഗ് ഇപ്പോൾ കുറേ നാളെ ചെയ്തിട്ട്, പക്ഷേ കുക്കിംഗ് ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് സർവൈവ് ചെയ്യാനുള്ള കുക്കിംഗ് എനിക്കറിയാം. എനിക്ക് ഇപ്പം വലിയ ഡിഷസ് ലൈക്ക് സാമ്പാർ, അവിയൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ട്രൈ ചെയ്യാം, പക്ഷെ അത് ടേസ്റ്റി ആയിരിക്കും. അതിന് ചിലപ്പോൾ ഒരു കറക്റ്റ് അവിയലിൻ്റെ ഒരു രുചി ചിലപ്പോൾ കാണില്ല, പക്ഷെ സാധനം കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിരിക്കും. ഒരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തു, റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. അതുകൊണ്ടാണോ അഭിനയത്തിന് ഇത്രയും ഒരു നാച്ചുറാലിറ്റി വരുന്നത്? ഇല്ല, അതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് എൻ്റെ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു എൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസിൽ. ആ സിനിമകളിലൊക്കെ എൻ്റെ നല്ല അഭിനയം ആയിരുന്നിരിക്കണം, പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു. ഫസ്റ്റ് പടത്തിൽ ഹരിഹരൻ സാറിനെ പോലത്തെ ഒരു ലെജൻഡറി ഡയറക്ടർ ആയിരുന്ന കാരണം അദ്ദേഹം സംഹൗ മാനേജ് ടു എന്താണ് നമ്മളെ കൊണ്ട് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി സംഹൗ മാനേജ്. പക്ഷേ സെക്കൻഡ് തേർഡ് മൂവി ഓൺവേർഡ്സ് അങ്ങനെ ഒരു ഗൈഡൻസ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു പടം കഴിഞ്ഞതായതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളൊരു രീതിയിൽ ഡയറക്ടേഴ്സ് നമ്മളെടുത്തു, എന്നിട്ട് പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അന്ന് ഓരോരു സാധനം മൈൻഡിലുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും നല്ലപോലെ കറക്റ്റായിട്ട് ഡയലോഗ്സ് പറയണം. അപ്പോൾ ഡയലോഗ് കറക്റ്റായിട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ അടിച്ചാൽ നമ്മൾ ഗംഭീര നടനാന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ യങ്ങും ആയിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ മെമ്മറി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ച് പാസ്സായി എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 വർഷത്തിനാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു, പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഡയലോഗ്സ് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ച് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലായില്ല ഇത് എങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർ പറയും ഓഡിയൻസുമായിട്ടൊരു കണക്ട് കിട്ടണം. അപ്പോൾ ഈ കണക്ട് അങ്ങനെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വരുന്ന സിനിമകളൊക്കെ ചെയ്യുന്നു, ഡയലോഗ് കറക്റ്റായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ എല്ലാ പടത്തിലും നമുക്ക് പ്രതീക്ഷയാണ് ഈ പടം ഹിറ്റാവുമെന്ന്. പക്ഷെ ഒന്നും അങ്ങ് വർക്കാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസും, സ്ട്രഗ്ലിംഗ് ഫേസിൽ ഞാൻ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസും, അതുകൂടാണ്ട് ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴാണ് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഒരു ആസ് ആൻ ആക്ടർ എനിക്കൊരു പോളിഷിങ് കിട്ടിയത്. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനുള്ള കോൺഫിഡൻസ് ഓൾറെഡി എനിക്കുണ്ടായിരുന്നു, അത് ഫസ്റ്റ് പടം തൊട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐ ഡിഡൻറ്റ് ഹാവ് എനിത്തിങ് ടു ലൂസ്, ഐ ഹാഡ് എ ജോബ്. അപ്പം ഇപ്പോൾ സിനിമ ഫെയിലിയർ ആയാലും നമുക്ക് ജോബ് ഉണ്ടല്ലോ, സോ നമുക്ക് ലൂസ് ചെയ്യാനൊന്നുമില്ല. സോ ആ കോൺഫിഡൻസ് ആയിരുന്നു ആ സമയത്ത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻ 2006 when I decided that I will quit corporate and join films again, എൻ്റെ കയ്യിൽ സിനിമകളൊന്നുമില്ല. അപ്പോൾ പിന്നെ സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും ഞാൻ തുടങ്ങി. അങ്ങനെ സിനിമകൾ ചെയ്തു, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു. കുറേ കാര്യങ്ങൾ ഇപ്പം പൊസിഷൻസിനെ പറ്റിയും ഓവർലാപ്പ് ചെയ്യാം, വേറൊരു ആക്ടറിനെ ഓവർലാപ്പ് ചെയ്യാണ്ടിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓവർലാപ്പ് ഇല്ലാണ്ട് നിൽക്കാനും ഒക്കെ ഉള്ള ബേസിക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടി. പിന്നെ ഒരു 2009 ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മുല്ല സിനിമയൊക്കെ തൊട്ടാണ് എനിക്കൊരു ആ ഒരു ഇത് കിട്ടിയത്, ആക്ടിങ്ങിൻ്റെ ഒരു റിതം എനിക്ക് കുറച്ചൊക്കെ കിട്ടാൻ തുടങ്ങിയത്. എന്നാലും കുറച്ചൊക്കെ കിട്ടാൻ തുടങ്ങിയുള്ളൂ. പിന്നെ അങ്ങോട്ട് ചെയ്ത പടങ്ങളൊക്കെ ഞാൻ ഒരു പരിധി വരെ ആ ക്യാരക്ടേഴ്സിനോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം, ട്രിവാൻഡ്രം ലോഡ്ജ് വാസ് മൈ 29th മൂവി ആൻഡ് നൗ ഐ ഹാവ് കംപ്ലീറ്റഡ് 150. അപ്പം ഇത്രയും സിനിമകൾ ഞാൻ അടുത്തൊരു 8-10 വർഷം കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയപ്പം ഓരോ സിനിമകൾ കഴിയുമ്പം എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ഓക്കെ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഇറ്റ്. Now in this present position, I have options with me.
സോ ഐ ക്യാൻ ചൂസ് ഫ്രം ദാറ്റ്. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് നല്ലപോലെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ ഹെവി ആയിട്ടുള്ള എനിക്ക് പറ്റാത്തൊരു ക്യാരക്ടർ ഞാൻ എടുക്കാറില്ല. അത് ഞാൻ സ്റ്റോറി പറയുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയുന്നത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കേണ്ട. ഇറ്റ്സ് ബെറ്റർ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. മേ ബി എൻ്റെ അഭിനയത്തിൽ റിപ്പീറ്റേഷൻ വരാം. സോ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ ഫോളോ ദ റൈറ്റർ ഓഫ് ദ ഡയറക്ടർ സോ ദാറ്റ് കുറച്ചെങ്കിലും ഒക്കെ ആ കഥാപാത്രത്തിൽ വ്യത്യാസം വരാൻ. അവർ നറേറ്റ് ചെയ്യുമല്ലോ സീൻസ് എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനത് അഡാപ്റ്റ് ചെയ്തിട്ട് ഐ എക്സിക്യൂട്ട് ലൈക്ക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലത്തെ ഒരു പടത്തിൽ പ്രസന്നൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വാസ് വെരി ഹാർഡ് ഫോർ മീ ബിക്കോസ് അതിൻ്റെ അകത്ത് പയ്യന്നൂർ സ്ലാങ് ആയിരുന്നു യൂസ് ചെയ്യേണ്ട, സിങ് സൗണ്ട് ആയിരുന്നു, നമുക്ക് പ്രോംപ്റ്റിംഗ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഉള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ എന്നെപ്പോലെ തന്നെ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഐ വാസ് ടു ഒബ്സർവ് ഹൗ രതീഷ്, ഹി വാസ് എ റൈറ്റർ ആൻഡ് ആക്ടർ. പുള്ളി എന്ത് ബോഡി ലാംഗ്വേജ് ആണ് എൻ്റെ ഡയലോഗ് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഞാൻ രതീഷിൻ്റെ പിക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ഹിംസെൽഫ് ഈസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ ഡയറക്ടേഴ്സ് ആക്ടിങ് സ്കിൽസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് റൈറ്റേഴ്സിന് എല്ലാവർക്കും ആക്ടിങ് സ്കിൽസ് കാണണം. ബിക്കോസ് ഞാൻ പോളിഷ് ചെയ്ത് ഞാൻ എഴുതിയിട്ടാണ്. അപ്പം എല്ലാ ആക്ടേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും ഒരു ആക്ടിങ് കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ അവർ ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. ക്യാമറയുടെ മുമ്പിൽ വന്നത് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതർവൈസ് എല്ലാവർക്കും ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദേ ഹാവ് ദ റിതം, ബിക്കോസ് ദേ റൈറ്റ് ഡയലോഗ്സ്, ദേ റൈറ്റ് ദ സിറ്റുവേഷൻസ് ഫോർ ഓൾ ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ എഴുതിയ സ്ക്രിപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതൊരു മൂവി ആയിട്ട് വരുമോ? എന്താണ്? ഒരെണ്ണം ചെയ്തായിരുന്നു, രാജീവ് പിള്ള ഞാനും ലീഡ് റോൾ ചെയ്തത്. മൈ ഫാൻ രാമു എന്നായിരുന്നു എൻ്റെ പേര്. ഞാനും നിഖിൽ മേനനും കൂടെ അത് എഴുതിയത്, നിഖില ഡയറക്ട് ചെയ്തത്. അത് സിനിമയായിരുന്നു, ബട്ട് maybe it was an amateur script, so it didn't do well at the box office. പിന്നെ വേറൊന്നും ഞാൻ ആദ്യം എഴുതിയത് അതിപ്പോഴും സിനിമയായിട്ടില്ല. അതിപ്പോൾ ഞാൻ 2008 എഴുതിയതാണ്. അതിപ്പോൾ ഇപ്പം സിനിമയാക്കിയിട്ടും കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ഓക്കെ. ഈ സൈജു കുറുപ്പിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ബന്ദ സഹിയെ, യുനോ എന്താണ് വേറെ ലാംഗ്വേജസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാത്തത്, വേറെ ലാംഗ്വേജസ് എന്തുകൊണ്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തത്? അത് നേരിട്ട് ചോദിക്കാൻ. സോ 4 തമിഴ് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ലെജൻഡറി ഭാഗ്യരാജ് സർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യം തമിഴിൽ അഭിനയിക്കുന്നത്. ആ മൂവി അത്ര സക്സസ്ഫുൾ ആയില്ല. പിന്നെ ഞാൻ ഹീറോ ആയിട്ട് മറുപടിയും ഒരു കാതൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് ഫസ്റ്റ് ഡേ തന്നെ ഹോൾഡ് ഓവറായ സിനിമയാണ്. ആ സമയത്ത് അത് അങ്ങനെ വർക്കായില്ല. നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ 3ാമത്തെ പടം ആദി ഭഗവാൻ എന്ന് പറഞ്ഞ പരുത്തിവീരൻ്റെ ഡയറക്ടർ ആമിർ സാറിൻ്റെ പടമായിരുന്നു. അതും വർക്കായില്ല. ദാറ്റ് വാസ് ഇൻ 2013 ഐ ഗെസ്, മേ ബി 12. അതിനുശേഷം പിന്നെ ഞാൻ തനിയൊരുവൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 3 to 5 സീൻസിലൊക്കെ ഉള്ളൂ ഞാൻ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ബാക്കിയുള്ള ലാംഗ്വേജസ് എന്നൊക്കെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് മലയാളം ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് മോർ ആക്ടേഴ്സ് വെർ കോൾഡ് ഔട്ട്സൈഡ് കേരള ടു പെർഫോം. അപ്പോൾ ആ സമയത്ത് എനിക്കും വന്നിരുന്നു പല സിനിമകളും. പക്ഷേ അത് എന്തോ ഈ അവർ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാണ്ടായി. തെലുങ്കിൽ നിന്ന് എനിക്ക് 1-2 ഓഫേഴ്സ് വന്നായിരുന്നു. ലാസ്റ്റ് വന്നത് ദേവര എന്ന് പറഞ്ഞ ജൂനിയർ NTRൻ്റെ സിനിമയെന്ന്. ദേ നീഡഡ് 6 months ഓഫ് മൈ ഡേറ്റ്. പക്ഷേ 6 months എന്ന് പറഞ്ഞാൽ 120 days അല്ല, 1 മാസം 10 ദിവസം 12 ദിവസം. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെ വച്ച് സിനിമ ചെയ്യുന്ന ലീഡ് റോൾ വെച്ച് സിനിമ ചെയ്യുന്ന മിക്കവാറും ഫിലിം മേക്കേഴ്സൊക്കെ ഡെബ്യൂട്ടൻസ് ആണ്. എൻ്റെ സിനിമയിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരാണ്. ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ ഡെബ്യൂട്ടൻസിൻ്റെയാണ്. അപ്പം ഇപ്പം ദേവരയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാനൊരു 3 സിനിമകൾ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർ കുറേ നാളായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുവാണ് ഈ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഏത് ഡെബ്യൂട്ടൻസ്. അപ്പോൾ ഈ ഡെബ്യൂട്ടൻസ് എന്ന് പറഞ്ഞത് അവരൊരു ഇൻഡിവിജ്വൽ അല്ല, അവരൊരു ടീമാണ്. ഈ ടീം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഏറ്റവും വിശ്വസ്തനായ ക്യാമറമാൻ, എഡിറ്റർ, അവരുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അതിനൊക്കെ ഉപരി ഇവരുടെ ഫാമിലി, ഈ ഫിലിം മേക്കറുടെ ഫാമിലി, അമ്മയച്ഛനും, ഓക്കെ, ഫ്രണ്ട്സ്, ഇവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്, ഓക്കെ നമുക്ക് അത് ഒരു 6 months കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്.
അത് പക്ഷേ അത്രയും സമയം അവരുടെ നഷ്ടപ്പെടുവാണ്. എൻ്റെ നഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഞാനിപ്പം വേറെ പടം ചെയ്യാൻ പോകാനല്ലോ, അതുകൊണ്ടാണ് ഞാൻ 6 months പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ അവരുടെ ഷൂസിൽ നിന്നിട്ട് ഞാൻ ഡെബ്യൂട്ടൻ്റ് ഡയറക്ടർ എൻ്റെ അമ്മയച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് നടക്കാനും നന്നായിട്ട് നടക്കാനും ഈ പടം റിലീസാകുമ്പോൾ ഹിറ്റാകാനും ഒക്കെ. എൻ്റെ അമ്മയച്ഛനും കല്യാണം കഴിച്ചാണെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സ് അല്ലേ, അല്ലെങ്കിൽ ടീം, ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സാക്ഷി കുത്തുണ്ടായി. ഞാൻ ഈ സിനിമയ്ക്ക് പോയാൽ ഞാൻ ഇവരെയൊക്കെ വേദനിപ്പിക്കേണ്ടി വരും. അവർ ചിലപ്പോൾ അത് വളരെ ഒബ്വിയസ് ആയിട്ട് തന്നെ കാണിക്കില്ലായിരിക്കും, പക്ഷെ അത് വിഷമാകില്ല, നമുക്കറിയാമല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സിനിമയൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മലയാളത്തിൽ തന്നെ ഞാൻ ഈ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള സിനിമകളിൽ ഞാൻ അധികം കാണാത്തത്. ഇപ്പോൾ എനിക്ക് ഹിന്ദിയിലെ വെബ് സീരീസുകൾ വന്നിട്ടുണ്ട്. ഹിന്ദി പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ രാഷ്ട്രഭാഷയല്ലേ. കുറച്ചെങ്കിലും ആൾക്കാർ നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ ഹിന്ദി പറയുമ്പോൾ കളിയാക്കും, ഹിന്ദി വാല എന്ന് പറയും. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാഷണൽ ലാംഗ്വേജാണ് ഹിന്ദി. അത് പറയുന്നതിൽ നമ്മൾ പ്രൗഡല്ലേ ആവേണ്ടത്. അപ്പോൾ അവർക്കറിയാത്തത് കൊണ്ട് അവർ നമ്മളെ കളിയാക്കും. സോ അത് അതിൻ്റെ അഗെയിൻസ്റ്റാണ് ഞാൻ, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ടാണ് അതർ ലാംഗ്വേജ് സിനിമകളിൽ എന്നെ കാണാത്തത്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഈ ഡെബ്യൂട്ടൻസിന് ഞാൻ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ദേ ആർ ഡിപെൻഡന്റ് ഓൺ മീ. അത് ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെച്ചുവർഡ് ഡിസിഷനാണ്, കൺസിഡറിങ് അതേഴ്സ്. ഐ ഓൾവേസ് ഡു ദാറ്റ്. കൺസിഡറേഷൻ എപ്പോഴും ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഡിസിഷനിലാണ് അത് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ, എനിക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കിയുള്ളവർക്ക് കൊണ്ട് ചെയ്യും. ഈ ഡെബ്യൂട്ടൻസ് അല്ലാതെ ഇപ്പം ഹരിഹരൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മിഥുൻ മാനുവൽ തോമസ്, വി കെ പ്രകാശ്. എങ്ങനെയാണ് ഓരോ സംവിധായകൻ്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹൗ ഡിഫറെൻറ്റ്? നമ്മൾ ഒന്നിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആവുന്നത്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ സിനിമകൾ അവരുമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ദെൻ വി ബിക്കം ദ ഫാമിലി അല്ലേ. ഇപ്പോൾ വി കെ പി ആയിട്ട് 10 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, 9 നാഷണൽ ആഡ്സ് ചെയ്തിട്ടുണ്ട്. വി കെ പി ഒരു പടത്തിന് വിളിച്ചിട്ട്, ആക്ച്വലി വി കെ പി വിളിച്ച പടങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു 12 ഞാൻ ചെയ്തേനെ. അദ്ദേഹത്തിന് എനിക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇൻഫാക്ട് വി കെ പി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, എടാ ഞാൻ പടം തുടങ്ങാൻ പോവാണ് അടുത്ത മാസം, അപ്പോൾ ഈ ഡേറ്റ് തൊട്ട് ഈ ഡേറ്റ് വരെ നീ ഫ്രീ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വി കെ പി വെരി സോറി. എടാ നീ എന്തുവാണ്, നീ എന്താണ് നമ്മുടെ അവിടെ തന്നെ ഡേറ്റ് ഇരുന്നില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ട്രിവാൻഡ്രം ലോഡ്ജിൽ എനിക്ക് ബ്രേക്ക് തന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ സിനിമകളുള്ളത്. അപ്പോൾ അങ്ങനെ പറയും. സോ ബട്ട് എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഓരോ പ്രൊജക്ട്സും ഡിഫറെൻ്റ് ആണ്. അത് ഓരോ സംവിധായകരുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ്. ഇപ്പോൾ ഒരു സംവിധായകൻ നമ്മളെ ഡാർക്ക് അടിപ്പിക്കുന്ന ഒരു സംവിധായകനാണെങ്കിൽ നാച്ചുറലി നമുക്ക് അത്രയും, നമ്മുടെ കഥാപാത്രമൊക്കെ നല്ലതായിരിക്കും, പക്ഷേ നമ്മൾ അത് അത്രയും അറ്റീസ് ആയിരിക്കില്ല ചെയ്യുന്നത്. പക്ഷേ നമ്മളെ അറ്റീസ് ആയിട്ട് നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്ന സംവിധായകൻ, ഇപ്പം വി കെ പി ഫോർ എക്സാമ്പിൾ, അദ്ദേഹമായിട്ട് ഞാൻ ആദ്യത്തെ പടം ചെയ്യുന്ന 2009-10 കണ്ടാണ്. സോ ഞാൻ ഇങ്ങനെ സംവിധായകരുണ്ടോ? ബിക്കോസ് പുള്ളി ഭയങ്കര കൂളാണ്, ഒരു ഫ്രണ്ടിനെ പോലെയാണ്. എന്നാൽ പുള്ളി ഭയങ്കര സീനിയറാണ്, ബട്ട് ഭയങ്കര ഇതായിട്ട്. അതിനുശേഷം 2010 ശേഷം ഞാൻ ചെയ്ത യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ, അവരൊക്കെ വി കെ പി പോലെയാണ് എല്ലാവരും. ഇപ്പം ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര, ഇപ്പം നമ്മളെക്കാളും ഭയങ്കര സീനിയർ ആയിട്ടുള്ള വി കെ പിയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. 2013-14 ജിജു ആൻ്റണിയുടെ കൊന്തയും പൂണൂലും എന്നും പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രായത്തിനേക്കാളും ഇളയ ഒരാൾ ആക്ഷൻ പറയുന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. അതിനുശേഷം മോസ്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രായമെങ്കിലും ഉള്ള സീനിയർ ഡയറക്ടേഴ്സ് ലൈക്ക് കമൽ സാറിൻ്റെ ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, രഞ്ജിയേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. സീനിയർ ഡയറക്ടർ, വി ഹാവ് സീൻ ലോട്ട് ഓഫ് ദ മൂവീസ്. അപ്പോൾ ആ ഒരു ഹാങ് ഓവർ നമുക്കുണ്ട്. ഇവരാണല്ലോ മറ്റേ നന്ദനം ചെയ്തത്, അല്ലെങ്കിൽ അല്ലെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞ സിനിമ ചെയ്തിരിക്കുന്ന കമൽ സാറാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു സാധനമുണ്ട്. അത് വേറൊരു ഇതാണ്. പക്ഷെ ഒരു ഡെബ്യൂട്ടൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവൻ സീൻ എനിത്തിങ് വാട്ട് ഹി മെയ്ഡ്. അപ്പം അവരവരുടെ കരിയർ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ വെച്ചൊരു പടം ചെയ്തിട്ട് ആണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും നമ്മളെ. ബിക്കോസ് അതൊരു ഭയങ്കര ഡിസിഷനല്ലേ, അവരുടെ കരിയർ തുടങ്ങുന്നത് നമ്മളെ ഹീറോയ്ക്ക് ഒരു പടം ചെയ്തിട്ടാണ്. സോ അത് ആ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ
ഞാൻ ഈ പറഞ്ഞ യങ്സ്റ്ററിന് കൊടുക്കണം, ബിക്കോസ് ഹി ചോസ് മീ. EMI സ്റ്റാർ എന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക പ്രതിസന്ധിയിലെ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, അതുകൊണ്ടായിരിക്കണം. എന്തായാലും എൻ്റെ ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങളൊന്നും നാട്ടുകാർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എൻ്റെ കഥാപാത്രം കണ്ടിട്ട് തന്നെ ആയിരിക്കണം. ദാറ്റ്സ് ഓക്കെ. ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോ പേരുകൾ കിട്ടും. ഇപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യണ സമയത്ത് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ആക്ട്. ആ സമയത്ത് സുപ്രീം സ്റ്റാർ എന്നും, അന്ന് സുപ്രീം സ്റ്റാർ, പിന്നെ നവരസ നായകൻ, മുഖത്ത് ഭാവങ്ങൾ വരാത്ത ആൾക്ക് കൊടുത്തൊരു പട്ടമാണ് നവരസ നായകൻ. അപ്പം അന്ന് ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കൊന്ന് അങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ തോന്നുന്നു. ഫോറം കേരള ആണ് ഞാൻ ആദ്യമായിട്ട് ഫിലിം എൻതൂസിയാസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ കാണുന്നത്. അത് എൻ്റെ അഡ്മിൻസൊക്കെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു, മലയാളികൾ തന്നെയായിരുന്നു. അപ്പം അതിൽ ഓരോ ടീംസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെൻനെയിം അവർ യൂസ് ചെയ്യുന്നത്, ഒറിജിനൽ പേര് ആരുടെയും ഇല്ല. അപ്പോൾ അവരൊക്കെ ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത്, അതായത് സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത്, വെറുതെ സർക്കാസമാണ്. സോ ഐ യൂസ് ടു എൻജോയ് റീഡിങ് ദാറ്റ്. എന്നെപ്പറ്റി ആരെങ്കിലും കുറ്റം പറയുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സൈജോണിനെ പറ്റിയൊന്നും പറയില്ല, അതും സർക്കാസമാണ്. അപ്പോൾ അവർ തന്നെ ആണ് ഡിഫൈൻ ചെയ്തത്. നവരസ നായകൻ എന്ന് പറഞ്ഞാൽ മുഖത്തൊരു ഭാവം വരാത്ത ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ആ പട്ടം തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സാധനങ്ങൾ വരും. അറ്റ്ലീസ്റ്റ് എന്താണ്, അവർ ഇഗ്നോർ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ you proved them wrong, right? You've become a very successful actor. I don't know if I have proved them wrong. We will have to ask them. I know a couple of guys who were in that group who used their pen name, but I know their real name, and I know them since 2008, 2009. അതിനകത്ത് ഒന്ന് ഫോറം കേരളത്തിലുള്ള ഒന്ന് നമ്മുടെ രോഹിത് VS ഇല്ലേ, അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടനും ഇപ്പോൾ ടിക്കറ്റാക്കൊക്കെ ചെയ്യുന്ന ആ ഡയറക്ടർ. അപ്പോൾ രോഹിത് വാസ് ദെയർ. രോഹിത് എന്നെ കളിയാക്കിയിട്ടൊന്നുമില്ല, ബട്ട് ഫോറം കേരളത്തിലുണ്ടായിരുന്ന ഒരു ആളാണ്. ഞാൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത് രോഹിത്തിനെ. ആൻഡ് അങ്ങനെ നമ്മുടെ ഇപ്പം സിനിമയിൽ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരൊന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് എന്നെ കളിയാക്കിയിരിക്കുന്നത് എന്നുള്ള എനിക്കൊരു വ്യക്തതയില്ല, പക്ഷെ 1-2 പേരെ എനിക്കറിയാം. അത് വെരി ഗുഡ് ഫ്രണ്ട്സ് ഓഫ് മീ. അപ്പോൾ എങ്ങനെ ഈ കളിയാക്കലും റിജക്ഷൻസും ഒക്കെ, ഒരു വേഴ്സ്റ്റ് റിജക്ഷൻ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് ഡീൽ ചെയ്തത്? അതൊക്കെ എനിക്ക് കൊച്ചിലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് സിനിമ വന്നതിന് ശേഷം റിജക്ഷൻസ് കിട്ടുമ്പോഴത്തേക്ക് അത് ഡെഫിനറ്റ്ലി അത് വേദന ഉണ്ടാകും, പക്ഷേ അത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എലിക്യൂഷന് പങ്കെടുത്ത് എൻ്റെ പേര് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് എലിക്യൂഷന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഈ സെലക്ഷൻ റൗണ്ട് ആയിരുന്നു. അപ്പോൾ ഈ ടീച്ചർ എൻ്റെ പേര് വായിച്ചിട്ട് സൈജു കുറുപ്പ്, ആ പേര് വായിച്ചപ്പോഴും എനിക്ക് തോന്നി പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും. അപ്പം ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ടീച്ചേഴ്സ് പറയാറില്ല. ടീച്ചേഴ്സ് കുറച്ചുകൂടെ മാന്യരായി. നമ്മുടെയൊക്കെ സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ റിജക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് കിട്ടിയ റിജക്ഷനേക്കാളും വലുതൊന്നുമല്ല നമ്മൾ മെച്യൂർ ആയതിനു ശേഷം കിട്ടുന്ന റിജക്ഷൻസ്. ദാറ്റ് വി ക്യാൻ ഹാൻഡിൽ. പക്ഷേ ഡെഫിനറ്റ്ലി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം നമുക്ക് വേദന ഉണ്ടാവും. അത് നമ്മളങ്ങ് സഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബുള്ളിങ്ങിന്റെ വിക്ടിം ആയിരുന്നോ? ലൈക്ക് ബുള്ളിങ് ഇൻ സ്കൂൾ ഇല്ല, അങ്ങനെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ബുള്ളിങ് ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ ഇത് അപൂർവമായിട്ട് ഈ ടീച്ചറിനെ എത്ര ആളുകൾ അറിയൊന്നുമില്ല. പക്ഷെ ഇവർക്ക് സൈജു കുറുപ്പ് എന്ന് പറയുന്നത് ഒരു ഏലിയൻ നെയിമാണ് അവർക്ക്. ചിലത് സെൻട്രൽ ഇന്ത്യ ആണല്ലോ. അപ്പൊ ഈ മലയാളി എന്ന് പറഞ്ഞാല് മേനൻ അല്ലെങ്കിൽ നായർ ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ. കുറുപ്പ് എന്ന് അവർക്ക് അറിയില്ല. പിന്നെ സൈജു എന്നുള്ള സഞ്ജു അറിയാം, സൈജു അറിയില്ല. അപ്പൊ ഈ പേരിന്റെ ഒരു വിചിത്രത വെച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം ഒരു കുട്ടിയെ ഹേർട്ട് ചെയ്യും എന്നുള്ളത് അവർ ചിലപ്പോൾ ഓർത്ത് കാണില്ലായിരിക്കും. ഈ വിചിത്രതയെ കുറിച്ച് പറഞ്ഞപ്പം കണ്ണുകൾ ശരിക്കും പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ റോൾസ് വരുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാറ്? കണ്ണുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ്. അതെ അതെ. പണ്ടോട്ടെ കണ്ണുകളെ പറ്റി പറയുമായിരുന്നു ആൾക്കാർ. കണ്ണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണൊന്നും ഇത്ര വലുപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ചേച്ചിക്ക് നല്ല വലിയ കണ്ണാണ്. എൻ്റെ കുറച്ചുകൂടെ പ്രൊജക്റ്റഡ് ആണ്. എനിക്ക് ഷെയ്ഡില്ല. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് ഈ പിരികത്തിൻ്റെ ഒക്കെ ഷെയ്ഡ് കാണുമല്ലോ. എൻ്റെ പിരികത്തിൻ്റെ അതേ ലെവലിലാണ്. എൻ്റെ പിരികത്തിൻ്റെയും ഐബോൾസിൻ്റെ ഫോക്കസ് ഒരേ സ്ഥലത്ത് കിട്ടും. ക്യാമറമാനോട് ചോദിച്ചറിയാം. ഒരേ പ്ലെയിനിലാണ്. സോ ഈ വെയിലൊക്കെ അടിക്കുമ്പോഴേ ഇങ്ങനെയാകും കണ്ണ്. ഷെയ്ഡില്ലാത്ത കാരണം എൻ്റെ കുറച്ച് കൂടുതലാവും. ഐബ്രോസും ഇങ്ങനെയാവും. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എനിക്ക് ഡേ ലൈറ്റിലൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് 12 മണിക്ക് മുമ്പൊക്കെ. 12 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നമില്ല.
പക്ഷേ ആ സമയത്താണെങ്കിൽ അവർ ഷൂട്ടും ചെയ്യില്ല, ടോപ്പ് ലൈറ്റാന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇറ്റ്സ് പ്ലസ്. എനിക്ക് തോന്നുന്നു കണ്ണുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിൽ എത്തിയിരിക്കുന്നത്. എന്നെ സെലക്ട് ഹരിൻ സാർ ചെയ്തത് വൺ ഓഫ് ദ റീസൺ വാസ് മൈ ഐ. അതെയോ? ഓ നൈസ് നൈസ്. ഈ അരക്കിലബു ഒരു ഐക്കോണിക് ക്യാരക്ടറായി, അത് ആക്ച്വലി ഒരു കൾട്ടായി ഇല്ലേ? അപ്പം ബേസിക്കലി അതിൻ്റെ കോമഡി എലിമെൻറ്റ് കാരണമാണ് അങ്ങനെ ആയത്. അപ്പം എങ്ങനെയാണ് വെൻ യു ഗോയിങ് ടു എ സെറ്റ് ആദ്യം തന്നെ ആലോചിക്കോ ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ല ഡയറക്ടർ പറയുന്ന കേൾക്കോ, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ നിന്ന് ഒരു ഇംപ്രവൈസേഷൻ നടത്തുമോ? എങ്ങനെയാണ്? എൻ്റെ ഓൺ ലൊക്കേഷൻ ഉള്ള സംഭവങ്ങളാണ് സംഭവിക്കാറുള്ളത്. നമുക്കൊരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത പടം ആരം എന്ന് പറഞ്ഞ സിനിമ, എൻ്റെ റൈറ്ററും ഡയറക്ടറും തന്ന ബ്രീഫിൽ ദിസ് ഗായ് സെൽഡം ലാഫ്സ് സ്മൈൽസ്. ഇയാള് എപ്പോഴും നെഞ്ചുരിച്ച് നിൽക്കുകയുള്ളൂ. ഇയാൾ വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കില്ല, വളരെ റിലാക്സ് ആയിട്ട് നടക്കില്ല. ഡയലോഗ്സ് ഡെലിവറി ചെയ്യുന്ന പോലും ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും. പോലീസ് ഓഫീസറാണ് ക്യാരക്ടർ. അപ്പോൾ ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ചില ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ഷോട്ടിന് മുമ്പ് വന്ന ഫോൺ കോൾ ആയിരിക്കും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിരിക്കാം, മോശം കാര്യമായിരിക്കാം. അത് വെച്ച് നമ്മളിത് വിട്ടുപോകും. അപ്പം ഡയറക്ടർ ഇസ് ദെയർ, ദ റൈറ്റർ ഇസ് ദെയർ ടു ടെൽ us that ചേട്ടാ മറ്റേതാണ് കേട്ടോ പിടിക്കേണ്ടത്, ആൻഡോ ഇപ്പൻ ഈസ് ലൈക്ക് ദിസ്, ആൻഡോ ഓക്കെ ശരി, അപ്പം നമ്മൾ സ്റ്റഡി ആവും. ഈ അറക്കലബുവിൻ്റെ കാര്യം നമ്മൾ എല്ലാ അതിൻ്റെ അകത്തെ അയാളുടെ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും ഒക്കെ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ എനിക്ക് ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ കണ്ട ഒരാളെ ഫോളോ ചെയ്യാനൊന്നും അത് നടക്കില്ല. എന്ന് വെച്ചാൽ അറക്കലബു അതിനെ പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ് അല്ലേ? നമ്മള് എല്ലാ ദിവസവും ട്രിവാൻഡ്രം ലോഡ്ജിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ എനിക്കറിയാം. ഐ മീൻ ഇപ്പൊ ഞാൻ ചെയ്തതൊരു മഞ്ഞപ്പത്രത്തിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ്. എനിക്കറിയാവുന്ന ആള് ജേർണലിസ്റ്റ് അല്ല, പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ചെറിയ തരികടയൊക്കെ ഉള്ള ആൾക്കാർ, അവരെയൊക്കെ നമുക്കറിയാം. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഭയങ്കര ഹ്യൂമർ സെൻസ് ഒക്കെ ആയിരിക്കും അവർക്ക്, ഈ തരികട ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ഒരിക്കലും നമ്മളെ ഓവർ പവർ ചെയ്യാൻ ശ്രമിക്കില്ല അവര്. നമുക്ക് കുറെ കാര്യങ്ങൾ വിട്ടുതരും. നമ്മൾ പറയണത് കേൾക്കും. നമ്മളിപ്പോൾ അവരൊന്ന് കളിയാക്കിയാൽ അവരത് ആസ്വദിക്കുന്ന പോലെ കാണിക്കും. അപ്പൊ നമ്മൾ ഭയങ്കര ഫേവറേറ്റ് ആവും. അപ്പൊ അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ ഇവരിങ്ങനെ കയറി പാരസൈറ്റ്സിനെ പോലെ, പാരസൈറ്റ് സിനിമ അതുപോലെ പാരസൈറ്റിനെ പോലെ ഇവരിങ്ങനെ കയറി ഓരോ ഗ്രൂപ്പിൽ പോകും. അതാണ് ഈ തരികടകളുടെ ഒരു ഇത്. അതായിരുന്നു ഷിബു വെള്ളായനി. സോ ഐ നോ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാലം ചെയ്തതിൽ ഷിബു വെള്ളായനിയാണോ ഏറ്റവും ഉള്ളോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ഏതാണ്? അത് ഫസ്റ്റ് പടത്തില് ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് ഒരിക്കലും അതായിരിക്കും നമ്പർ 1. അതിനുശേഷം പിന്നെ ഷിബു വെള്ളായനി അല്ലെങ്കിൽ അറക്കലബു അതൊക്കെ വരുള്ളൂ. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ സൈജു ഗ്രൂപ്പായിട്ട് ഏറ്റവും സാമ്യമുള്ള ക്യാരക്ടർ സിനിമയിൽ ചെയ്തിട്ടുണ്ടോ? ആൻമറിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമയിൽ ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് കുറേയൊക്കെ ഞാനാണ്. അതായത് അയാളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ്, അതിപ്പോൾ എങ്ങനെ പറയണ്ടെന്നറിയില്ല. അതിൻ്റെ അകത്ത് അയാൾ വൈഫുമായിട്ട് കുറച്ച് ഫ്രിക്ഷനൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ വൈഫായിട്ടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചാൽ ഉള്ള അയാളുടെ ഒരു ടെമ്പറമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്താണ് സൈജുവിനെ പോലത്തെ ഉള്ള ഒരു ക്യാരക്ടറാണ്. വൈഫിനെ കുറിച്ച് പറഞ്ഞപ്പം യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാമിലി അല്ലേ? യു ബ്ലെസ്ഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഫാമിലി. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം എപ്പോഴെങ്കിലും തിരിച്ച് ഓക്കെ ഞാൻ ഇവർക്ക് വേണ്ടി വേണ്ടത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു ഭയങ്കര ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്തൊരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാ ദിവസവും തോന്നും. ആണ്. മിനിഞ്ഞാന്ന് വൈഫും അമ്മയും ഞാനും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ മോഹിനിയാട്ടത്തിന്റെ പ്രൊമോഷൻസിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈഫ് ഞാനും കൂടെ കേൾക്കണം എന്നുള്ള രീതിയിൽ അമ്മയോട് പറഞ്ഞു, സൈജുവിന് വീട്ടിലിരിക്കാൻ സമയമില്ല. തിരിച്ചോണ്ടാ പറയണത്. പണ്ട് സിനിമകളില്ലാത്ത സമയത്ത് സിനിമകൾ എങ്ങനെ കിട്ടുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയാൽ രാത്രിയേ വരുള്ളൂ. ഇപ്പൊ പിന്നെ സിനിമകൾ ഉള്ളത് കൊണ്ട് ഷൂട്ടിനും പ്രൊമോഷനും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പം എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഷീ ഈസ് ഓൾസോ ഹെൽപ്ലെസ്. ഐ എം ഓൾസോ ഹെൽപ്ലെസ്. എനിക്കും പോയാലേ പറ്റുള്ളൂ.
അപ്പം എന്ന് വെച്ചാൽ അത് ജനറലി പറഞ്ഞാണ്. ഞാനങ്ങനെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇല്ലാത്ത സമയങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ അടുത്ത് കുറച്ചൊരു 2 ആഴ്ചയായിട്ട് ഞാൻ കുറച്ചധികം, പിന്നെ ഒരു മാസം ഞാൻ ആരത്തിന്റെ ഷൂട്ടിന് അവിടെയായിരുന്നു, ഇവിടെ കോഴിക്കോടുമായിരുന്നു. വന്ന ഉടനെ പിന്നെ എനിക്ക് ആടിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ആടിന്റെ ഷൂട്ട്, പിന്നെ എനിക്ക് ഡബിങ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ പ്രൊമോഷൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ തീർത്തു വരുവാണ്. അപ്പം അല്ല, ഞാൻ പറഞ്ഞത് ജനറലി അങ്ങനെ ഒരു എന്താണ് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു സിനിമയിൽ കോമഡിയാണ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അവിടെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനാണ്. ദൈവം ഈ ഡയലോഗ് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കുമോ, ഞാനിങ്ങനെ നോക്കും, ചിരിച്ചില്ല, അയ്യോ പോയി. പുതിയൊരാൾ വരുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളത്ത് എൻ്റെ അറിവിൽ കുറച്ച് സ്പോട്സ് ഉണ്ട്. ഈ റിലേറ്റീവ്ലി ന്യൂ സിനിമാക്കാരും സിനിമ ആസ്പയർ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ചായ കുടിക്കാനൊക്കെ കൂടുന്ന, അല്ല ഏത് മാധ്യമമാണെങ്കിലും നമുക്ക് വിസിബിലിറ്റി അല്ലേ ഉദ്ദേശിച്ചത്, വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഒരു 2018 മുമ്പ് OTTക്ക് വിസിബിലിറ്റി കുറവായിരുന്നു. അല്ല, അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി. എനിക്ക് അച്ഛൻ മരിച്ചതിൻ്റെ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കരയുമായിരുന്നു.